നിനക്കാകുമ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വിറ്റും വാങ്ങിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പോ നമ്മുടെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഉണ്ട്, അതിപ്പോ നമുക്ക് വിൽക്കണം. ഒരാള് നമുക്ക് കസ്റ്റമർ വന്നു എടുക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് അത് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉള്ളത് അതൊന്ന് സെയിൽ ചെയ്യാണെങ്കിൽ സെയിലിംഗ്. നിനക്ക് നിന്റെ വണ്ടി വിൽക്കണം വെച്ചോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നീ നിന്റെ വണ്ടിക്ക് ഒരു റോഡ് വർത്തി സർട്ടിഫിക്കറ്റ് എടുക്കണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു രജിസ്റ്റേർഡ് മെക്കാനിക്കിന്റെ അടുത്ത് പോയിട്ട് നിന്റെ വണ്ടി മെക്കാനിക്കലി സെല് ചെയ്യാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളൊരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബയറിന് ഇത് വണ്ടി കൊടുക്കുമ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യാം. ഒന്ന് ഓൺലൈൻ RTA സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് നമുക്ക് വണ്ടി ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടുപേരുടെയും ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് വെച്ച് ഓൺലൈൻ വണ്ടി ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടാമത്തത് ഡയറക്റ്റ് നമുക്ക് RTA ഓഫീസിൽ പോയിട്ട് രണ്ട് പാർട്ടിയും പോകുന്നു, വെഹിക്കിൾ ട്രാൻസ്ഫർ ഫോം വാങ്ങിക്കുന്നു, രണ്ട് ഭാഗവും സൈൻ ചെയ്യുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ വെച്ച് തരാം. ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വണ്ടി ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനാണ്, അല്ലാതെ നമുക്ക് വേറെ രീതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് വണ്ടി വെക്കുന്നു, ഒരു സെയിൽ ലെറ്റർ വാങ്ങിച്ച് നമുക്ക് ഒരു ബൈയിങ് പാർട്ടിക്ക് വണ്ടി കൊടുക്കാം. പക്ഷെ അവർ 14 ഡേയ്സിനുള്ളിൽ ഈ വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് റൂൾ. ഈ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ക്യൂൻസ്ലാൻഡിലൊക്കെ 14 ഡേയ്സ് എന്നാണ് പറയുന്നത്. പിന്നെയുള്ളത് ഇപ്പോൾ നീ ഇപ്പം നാട്ടിലാണ്, അല്ലെങ്കിൽ നീ ഇപ്പം വേറെ എവിടെയും അർജന്റായിട്ട് പോകുന്നു, നിന്റെ വണ്ടിയുടെ കീ എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് വണ്ടി വിൽക്കണം. സോ മറ്റൊന്നുമില്ല, നീ എനിക്കൊരു ഓതറൈസേഷൻ ലെറ്റർ തന്നാൽ മതി. സോ ആൻഡ് സോ ഇന്നയാളെ ഞാൻ ഓതറൈസ് ചെയ്ത് എൻ്റെ വണ്ടി സെല് ചെയ്യാൻ. ആ കേസിൽ നമുക്ക് നിന്റെ വണ്ടി ഇവിടുന്ന് വിൽക്കാൻ പറ്റും. അതിനകത്ത് വേറെ ലീഗൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടി എടുക്കുന്ന ആരാണോ അയാളാണ് സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ വാങ്ങിക്കുന്നതിന് ഡ്യൂട്ടി നടക്കുന്നത്. ഇപ്പോൾ RTA ഇത്ര രൂപയുടെ വണ്ടിക്ക് ഇത്ര പൈസ കെട്ടണം അതിനുള്ള. അത് സാധാരണ ഇവിടെ സ്വാഭാവികമായിട്ട് ആരാണോ വണ്ടി വാങ്ങിക്കുന്നത് അവരാണ് പേ ചെയ്യുന്നത്. ഇത്രയാണ് അതിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ളൊരു കാര്യങ്ങൾ. പിന്നെ നമ്മൾ വണ്ടി വിൽക്കുമ്പോൾ ഈ റെജോ ഉണ്ടാവണം നിർബന്ധമുണ്ടോ? വണ്ടി വിൽക്കുമ്പോൾ നമുക്ക് റെജോ ഉണ്ടാവണം, കാരണം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണ്ടേ. അപ്പം റെജോ ഉണ്ടാവണം, രജിസ്ട്രേഷൻ. മറ്റേ ഇൻഷുറൻസ് നമ്മൾ ആരാണോ എടുക്കുന്നത് നമ്മുടെ ഇൻഷുറൻസ് വിറ്റ ശേഷം അപ്പം തന്നെ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം. അവർക്ക് വേറൊരു ഇൻഷുറൻസ് അവർക്ക് എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മുടെ വണ്ടി റെജോ തീരരുത്, അതിന് മുന്നേ ആയിരിക്കണം നമ്മൾ വണ്ടി വെക്കേണ്ടത്. ഒരു വണ്ടി വാങ്ങിക്കാനാണെങ്കിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ഒരു 100 പോയിന്റ് നമ്മൾ ക്യൂൻസ്ലാൻഡിലായതുകൊണ്ട് തന്നെ ക്യൂൻസ്ലാൻഡ് ID ഉണ്ടാവണം. അതിന് നമ്മളൊരു 100 പോയിന്റ് ചെക്ക് മീറ്റ് ചെയ്താൽ നമ്മുടെ ഇന്ത്യയിലൊരു പാസ്പോർട്ട്, ഒരു ATM കാർഡ്, ഇന്ത്യയിലൊരു ഐഡന്റിറ്റി പ്രൂഫ് അല്ലെങ്കിൽ ലൈസൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 100 പോയിന്റ് ചെക്ക് എന്ന് പറയുന്ന സംഭവമാണ്. അത് മീറ്റ് ചെയ്താൽ ഓസ്ട്രേലിയയിലേക്ക് ഇവിടുത്തെ ഒരു ക്യൂൻസ്ലാൻഡ് ഐഡന്റിറ്റി പ്രൂഫ്, അഡൽട്ട് പ്രൂഫ് കിട്ടും. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വണ്ടി വാങ്ങിക്കാനുള്ള ഒരു ID പ്രൂഫായി. പിന്നെ നമുക്ക് പല രീതിയിൽ വണ്ടി വാങ്ങിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഒരാളുടെ നിന്ന് വാങ്ങിക്കാം. ഇപ്പോൾ ഫേസ്ബുക്ക് പോലെ മാർക്കറ്റ് പ്ലേസിലൊക്കെ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ഇവിടെ പല ഏജൻസീസ് ഉണ്ട് ഇവിടെ. സോ ഒരു മോട്ടോഴ്സിൻ്റെ ഓഫീസ്, അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാം. അവിടെ കുറച്ചുകൂടെ പൈസ കൂടുതലായിരിക്കും മറ്റ് കമ്പയർ ചെയ്യുമ്പോൾ, പക്ഷേ മറ്റ് ചെക്കൊക്കെ നടത്തിയ വണ്ടികളായിരിക്കും അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ ബേസിക് നമ്മൾ വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ബയർ പാർട്ടി ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ആ വണ്ടി ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ പേരിലേക്ക് ആക്കാം. അതല്ല നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ നമുക്ക് RTA ഓഫീസിൽ വന്നിട്ട് ഇവിടെ നമ്മളൊരു ഇതെടുത്ത് കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത്, അല്ലെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് അപ്പോയിൻമെൻറ്റ് ആവശ്യമില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേൺ വരുമ്പോൾ ഡയറക്റ്റ് രണ്ട് പാർട്ടിയും കൂടി അപ്പം തന്നെ നമ്മുടെ പേരിലേക്ക് ആ വണ്ടി രജിസ്റ്റർ ചെയ്യാം. അതിനുള്ള നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി നമ്മൾ അടക്കണം, വാങ്ങിക്കുന്ന ആൾ. അത്രേ ഉള്ളൂ അതിനകത്തുള്ളൂ. വളരെ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വലിയ കാര്യങ്ങളൊന്നും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ വണ്ടി വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങൾ. അതെ, താങ്ക് യു.